യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. ഓ എന്നുള്ള പൊങ്ങുന്നേ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. സിയോനിലെനിക്കായി ഉലക്കലാകുവാൻ. സിയോനിലെനിക്കായി ഉലക്കലാകുവാൻ. സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ ദാനമേ വിലയും തികച്ചു. സ്വർഗീയ ദാനമേ വിലയും തികച്ചു. സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ. സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. കർത്താവ കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ. കർത്താവ കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ. കാന്തയ തന്മുമ്പിൽ എന്നെയും നിർത്തുവാൻ. കാന്തയ തന്മുമ്പിൽ എന്നെയും നിർത്തുവാൻ. പാടുകൾ ദൂരം ദൂതരായി. പാടുകൾ ദൂരം യൂതരായി. കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ. കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. സ്നേഹമാധുര്യം ഓ പിന്നെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ. പിന്നെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ. പിന്നൂതർക്കും പാടാൻ അസാധ്യമേ അത്. പിന്നൂതർക്കും പാടാൻ അസാധ്യമേ അത്. ഓ കാൽവരി ഗിരിയിൽ കാൽകേരം തുളച്ച. കാൽവരി ഗിരിയിൽ കാൽകേരം തുളച്ച കുഞ്ഞാട പ്രിയനിൽ സ്നേഹമൻ ഗാനമേ. കുഞ്ഞാട പ്രിയനിൽ സ്നേഹമൻ ഗാനമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. സ്നേഹമാധുര്യം ചിന്താവിനാമത്തെ. സ്നേഹമാധുര്യം ശിവകിരീടവും ജ്യോതിയ വസ്ത്രവും. ശിവകിരീടവും ജ്യോതിയ വസ്ത്രവും. നീതിയും ചെങ്കോലും ധരിച്ചു വാഴുവാൻ. നീതിയും ചെങ്കോലും ധരിച്ചു വാഴുവാൻ. മുൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു. മുൾമൂടി ധരിച്ചു നിന്നെയും സഹിച്ചു. മന്നാതി മന്നവനും മാറാത്ത സ്നേഹമേ. മന്നാതി മന്നവനും മാറാ
അകലാത്ത സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ സംസാര മാധുര ചിന്താല ലോകമേ സംസാര മാധുര ചിന്താല ആയന്റെ ആഴമേ യേശുവിൻ സ്നേഹമേ ആയന്റെ ആഴമേ നിങ്ങളുടെ സ്നേഹമേ ആയന്റെ ജ്ഞാനമേ ജീവിത ഭാഗ്യമേ ആയന്റെ ജ്ഞാനമേ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ സംസാര മാധുര ചിന്താല ലോകമേ സംസാര മാധുര Oh my God! Oh glory! Hallelujah, hallelujah. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ദൈവമക്കളെ? എനിക്കധികം പ്രായമൊന്നുമില്ല, ഞാൻ നിങ്ങളെ വഴക്ക് പറയാനൊന്നും നിൽക്കുമല്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഒരു വലിയൊരു കൺവെൻഷൻ, ഒത്തിരി പാസ്റ്റർമാർ സ്റ്റേജിലുണ്ട്, ഭയങ്കര ഒരു ക്രൗഡുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര ഒരു ക്രൗഡുണ്ട്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എനിക്ക് ഞെട്ടലായി. ഞാനവിടെ ഒന്ന് കരയാൻ തുടങ്ങി. Then I couldn't feel his presence on that platform. ഞാൻ കൺവെൻഷൻ വർഷിപ്പ് ലീഡ് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മുട്ടുകുത്തി കൈ ഉയർത്തി, എനിക്ക് തോന്നുന്നു അതിൻ്റെ വീഡിയോ കാണുമായിരിക്കും ഒരു പക്ഷേ, ഞാൻ പറഞ്ഞ ഒരു പദം, ലോർഡ് ഐ മിസ് യു ഓൺ ദിസ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കർത്താവിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പോൽ മടങ്ങി വരണം. മടങ്ങി വരിക എന്നാരേലും നമ്മളോട് പറഞ്ഞാൽ ഓർക്കുക, നമ്മൾ തോറ്റുപോയി. ഒരിക്കലും ഇനി ആരും ആ ദൂത് നമ്മളോട് പറയില്ല. കം ബാക്ക് ടു ദി ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ റിപ്പൻറ്റ് ചെയ്യാന്ന് അർത്ഥം. അതൊരിക്കലും ആരും ഇനി നമ്മളോട് പറയില്ല. അത്രയും അവനോട് നമുക്ക് ക്ലോസറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എ മേജർ പിടിച്ചു, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരിയില്ല, എൻ്റെതെല്ലാം നിനക്ക് മാത്രം, എന്നെ മുറ്റും തിരുന്നത് പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ. ഇവിടെ എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കുന്നവളോ ആ കരങ്ങളുടെ സ്രോതത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്നു. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ സ്നേഹമേ, നഷ്ടമായി പോയെന്നെ
പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മൂറ്റും തരും ഇരു കരങ്ങൾ ഉയർത്തി പറഞ്ഞ എന്റെ സ്നേഹം എന്റെ നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മൂറ്റും തരും ഒരു പ്രാവശ്യം പാടുക എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ ഇപ്പോൾ കർത്താവിൻ്റെ സൃഷ്ടദാസൻ പാസ്റ്റർ TS ജോർജ് അവർ മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ കർത്താവിൻ്റെ അഭിഷിക്തൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 11-ാം വാക്യം വായിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തന്നത് നിനക്കുള്ളത് പിടിച്ചുകൊള്ളേണ്ട പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് ഈ സെഷൻ തീരുന്നതിന് മുൻപ് ദൈവം അത് മടക്കിത്തരാൻ പോകുക. അതാണ് വചനം സംസാരിച്ചത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇവിടെ പ്രാർത്ഥിച്ച ശേഷൻ ആമേൻ പറയുന്നതിന് മുൻപ് ദൈവം തരുമെന്ന് വിശ്വസിക്കാമെങ്കിൽ അത് പ്രാപിച്ച് ഇവിടുന്ന് ഗേറ്റ് അപ്പുറത്തേക്ക് കടക്കാം. അത് പ്രാപിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. അത് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ അത് ചിന്തയിൽ വളരെ ഭാരമുള്ള വിഷയമാണ്. അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരുപക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഒരുപക്ഷെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ദൈവം തന്നെ ചില കൃപകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നീ പിടിച്ചു കൊള്ളേണ്ടതായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു എങ്കിൽ ദൈവം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവത്തിന്റെ ശ്രേഷ്ഠ വൃത്തിയിൽ കൂടെ നിങ്ങളോടും എന്നോടും പറയുകയാം, ഇന്ന് ഞാൻ തരുവാൻ പോകുന്നു. പിടിച്ചുകൊള്ളുക. വിശ്വാസത്തിന്റെ കരം നീട്ടി സ്വർഗത്തിലെ ദൈവത്തെങ്കിലേക്ക് കരങ്ങളെ ഉയർത്തി പിടിക്കുവാൻ താല്പര്യമെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത് പ്രാപിച്ച് ഇവിടുന്ന് കടന്നു പോകുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാം. വിശ്വാസങ്ങളെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കൂ. യേശുവിന്റെ നാമത്തിൽ ജയം. കർത്താവേ, നീ വലിയവനായി ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. നീ വലിയവനാണ്, നീ സർവശക്തനാണ്, നീ സഭയുടെ നടുവിലുണ്ട്. ഇത് ദൈവത്തിന്റെ സഭയാണ്. യേശു കർത്താവ്, ഇത് നിന്റെ സഭയാണ്.
യേശുവെ, നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നിന്റെ ജനമാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്കൊരു കാലത്തുണ്ടായിരുന്ന ഏതോ ചില നന്മകളും അനുഗ്രഹങ്ങളും കള്ളനാകുന്ന പിശാച് കവർന്നു കളഞ്ഞു. അത് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഈ കോൺഫറൻസിൽ വെച്ച് അത് മടക്കി എടുക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത ആഹ്വാനം വിശ്വസിക്കുന്നവർക്ക് അത് യാഥാർത്ഥ്യമായി തീരട്ടെ. അത് സ്വർഗത്തിൽ നിന്ന് അവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ആരോഗ്യം നഷ്ടപ്പെട്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആരോഗ്യം മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് മടങ്ങി വരട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ജനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ തിരികെ പിടിച്ചുകൊള്ളുവാൻ വിശ്വസിക്കുന്നവരിലേക്ക് അത് വ്യാപരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം വ്യാപരിക്കട്ടെ. ദൈവം കൊടുക്കുന്ന നന്മകൾ യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബലഹീനത മാറിപ്പോകട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവേ, ഹല്ലേലൂയ, നിന്റെ വിലയേറുവാൻ സംസാരിച്ച അവിടുത്തെ ശ്രേഷ്ഠഭൃത്യനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിശക്തമായ ദൂത് ഞങ്ങൾക്ക് തന്നത് കൊണ്ട് സ്തോത്രം. ഈ ഹാളിലിരിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട സമാധാനം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട ദൈവകൃപ മടങ്ങി വരട്ടെ. രക്ഷയുടെ സന്തോഷം യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന പൈശാചിക ഉപദ്രവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രക്തത്താൽ ക്ഷയം യേശുവിന്റെ ചോര നിന്റെ ജനത്തിന്മേൽ തളിക്കുന്നു. സാത്താനെ അത് കണ്ട് വിട്ടു മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്ഷയമെടുക്കുന്നു. തുടർന്നുള്ള സെഷനുകളിൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പ്രവർത്തനം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ ജനത്തിനായി ഒരുക്കപ്പെട്ട ആഹാരത്തിനായി സ്തോത്രം. അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരുമാറാകണമേ. അത് ഭക്ഷിച്ച് ശാരീരികമായും ആത്മീയമായും ബലം പ്രാപിപ്പാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പിതാവേ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ദൈവമക്കളോട് ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയുക, ഉപദേശകന്മാർ പലരും എഴുന്നേൽക്കും, ഉപദേശങ്ങൾ പലതും പൊങ്ങി വന്നതായിരിക്കും. എന്നാൽ സത്യവചനത്തിനകത്ത് ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. അതിന്റെ ആതിരി വിട്ടുപോകുന്ന ഒരുത്തനുമായിട്ട് നമുക്ക് കൂട്ടായ്മ വേണ്ട. എന്നാൽ ഓർത്തോണം, നിന്നെ ദൈവം ഏൽപ്പിച്ചത് നീ വിശ്വസ്തയോടുകൂടെ വ്യാപാരം ചെയ്തില്ല. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ അത്ഭുതത്തോർത്തിയാണ് വർണ്ണിക്കുന്നു. കത്താൻ വേണ്ടി മാത്രമല്ല, കത്തിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ നമ്മെ തിരഞ്ഞെടുത്തതെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയും, വ്യക്തികൾ, സഭകൾ അനുതാപത്തോടെ ദൈവമുമ്പാകെ നെടുമ്പാട് വീഴുവാൻ തയ്യാറായാൽ ദൈവം തന്നെ ചില കൃപകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നീ പിടിച്ചു കൊള്ളേണ്ടതായിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു. Redeem your time. Rise up from your sleep. Rearrange your priorities. കർത്താവിന്റെ മുഖപക്ഷമില്ല. വചനം പറയുന്നു,
പക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഈ കൂട്ടായ്മ ഹല്ലേലൂയ വരും കാലങ്ങളിൽ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ ഹല്ലേലൂയ നടക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഹല്ലേലൂയ തുടർന്നും ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ സഹകരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 2013 കോൺഫറൻസിൽ വന്ന് സംബന്ധിപ്പാൻ ദൈവം ഇടയാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. 2005 കോൺഫറൻസിന് ശേഷം ഇങ്ങനെ ഈ കോൺഫറൻസിൽ വന്ന് ഇതിൻ്റെ വളർച്ച കാണുവാൻ, ദൈവപ്രവൃത്തി കാണുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒഴുക്ക് ഇവിടെ കാണുവാൻ ദൈവം ഇടയാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയ ഈ മീറ്റിങ്ങിൽ ദൈവസാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന കാണുവാൻ ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സംരംഭം, ഈ കൂട്ടായ്മ ശക്തി ഉറ്റതായി ഭാവിയിൽ ഒരു വലിയ ശക്തി തന്നെയായിട്ട് ഈ രാജ്യത്ത് മാത്രമല്ല ഭാരത സുവിശേഷീകരണത്തിനും ഇടയായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും തുടർന്നുള്ള വർഷങ്ങളിലെ കോൺഫറൻസുകൾക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. MPA UK-യിൽ ഈ പ്രാവശ്യം എനിക്കും ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ മഹത്വം ഇതിന് തിറങ്ങിയിട്ടുണ്ട്. ആളുകൾ വന്നതുപോലെ അല്ല, കർത്താവിൻ്റെ തീ പ്രാപിച്ചിട്ടാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഒരു പുതിയ തീരുമാനവും ഒരു പ്രതിഷ്ഠയും ദൈവജനത്തിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടന്ന മീറ്റിങ്ങുകളിൽ ദേവദാസന്മാർ ശുശ്രൂഷിച്ച വചനങ്ങൾ വളരെ ശക്തിയുള്ളതായിരുന്നു. അതുപോലെ തന്നെ ആരാധനയും അതിന് നേതൃത്വം കൊടുക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ഈ MBA കോൺഫറൻസിനെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. UK മുഴുവനുള്ള മലയാളികൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഇതൊരു വേദിയായി തീരട്ടെ. ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്സും എല്ലാ പിളർപ്പുകളും എല്ലാ പ്രശ്നങ്ങളും മറന്ന് ദൈവജനങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു വേദിയായി കർത്താവ് വേദിയെ മാറ്റട്ടെ. അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹത്വം വഹിക്കാൻ ഒരു കൂട്ടത്തെ കർത്താവിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവിന് മഹത്വം. MPA UK ആൻഡ് അയർലൻഡ് ഈ സംരംഭത്തിൻ്റെ 10ാമത് കോൺഫറൻസിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മറ്റു പല കോൺഫറൻസുകളെക്കാളും വളരെ വ്യത്യസ്തമായി ആത്മീയ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു കോൺഫറൻസ് ആയിരുന്നു കടന്നുപോയത്. വളരെ അടുക്കോടെ ചിട്ടയോടെ അച്ചടക്കത്തോടെ ക്രമീകരിക്കപ്പെട്ട ഈ കോൺഫറൻസ് ആരാധനയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും വളരെ പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് സന്തോഷത്തോടെ പ്രസ്താവ്യമാണ്. നേതൃത്വം കൊടുത്ത ദൈവത്തിൻ്റെ ദാസന്മാർ, അധ്വാനിച്ച എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവം അനുഗ്രഹിക്കുകയും വരും ദിവസങ്ങളിൽ ഈ പ്രവർത്തനങ്ങളെ വളരെ വിശാലതയിലേക്ക് സർവശക്തനായ ദൈവം നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. മലയാളി പെന്തക്കോസ്റ്റ് അസോസിയേഷൻ്റെ ഈ 10ാമത് കോൺഫറൻസ് വളരെ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ആബർഡീനിൽ നിന്ന് തൊട്ട് ബ്രൈറ്റണിൽ വരെ ഉള്ള ദൈവമക്കൾ കടന്നു വന്ന് MBA-യുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ക്രൗഡായിട്ട് ഇത് വളരുവാനായിട്ട് കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളുടെ എല്ലാ സഹകരണവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എല്ലാ ഈ തൂലിക TV-യിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദിയെയും ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ അനുഗ്രഹമാക്കി കർത്താവ് തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സർവ്വമഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയും ചെയ്യുന്നു. To God be the glory. Great things he has done.